ഫ്രണ്ട്സ്, കുഞ്ഞൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ ആക്കണ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആക്കണ ഒന്ന് വിട്ടുതരിക. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. ഒന്നും കരുതണ്ട, കക്ഷിയാക്കണ പോണത് വെളിച്ചെടുക്കാനുള്ള പോക്കാണ്. നമുക്കാക്കണ ഒഴിവുള്ളൊരു ദിവസം, നല്ല തെളിഞ്ഞ ദിവസം, നല്ല വല്ലുള്ളിയും തക്കാളിയും കൊണ്ട് അരിഞ്ഞോട് വെച്ചിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ എന്താന്ന് പരിപാടിയൊന്നും ഒന്നുമില്ല. നേരെ വെളുത്തപ്പാകണ നമ്മൾ അങ്ങാടിക്കങ്ങോട്ട് പോയി, എന്നിട്ട് കുറച്ച് ചിക്കൻ കൊണ്ട് വാങ്ങി. അപ്പോൾ അത് വെക്കാനുള്ള പരിപാടിയാണ്. അമ്മ എൻ്റെ പുതിയ മൺചട്ടിയിലേ വെളിച്ചെണ്ണ വെച്ചിട്ടങ്ങോട്ട് വല്ലുള്ളി അങ്ങോട്ട് വാടുന്നുണ്ട്. എന്താ പറയുക, പൂത്തിരിക്കാക്കണ തീ കൊളുത്തി പോലെ വല്ലുള്ളി കിടന്നങ്ങനെ പൊരിയാ, നല്ല അസല് പൊരി. പുതിയ മൺചട്ടി കൊണ്ട് പറയില്ല കേട്ടോ, എന്താ അവൻ്റെ ഒരു ഗമ, എന്താ അവൻ്റെ ഒരു എടുപ്പ്. നമുക്കൊരു പഴമേൻ്റെ ഒരു കാര്യം അറിയുമെന്നറിയില്ല. ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ ചട്ടി വാങ്ങുമ്പോഴേ, മൺചട്ടി അത് മണ്ണിൻ്റെ കളറാവും. പിന്നെ അത് നമ്മളാകണ ഈ തീയിലൊക്കെ ഇട്ടാണെന്ന് ചുട്ടെടുക്കണം, ഒരു കറുത്ത രൂപത്തിൽ ആക്കിയെടുക്കണം. ഇങ്ങനെ അതിൽ ചുട്ടാന്നിട്ട് എടുക്കുന്ന വേണം. അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലുണ്ട്, നിങ്ങൾക്ക് അറിയോ എനിക്കറിയില്ല. കാരണം ഞാനതിൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അമ്മക്കനെ ചട്ടി വാങ്ങിയിട്ട് ചമ്മല കൂട്ടിയാണ്ട് അതിൽ ചുട്ടെടുക്കുക, എന്നിട്ട് പാചകത്തിന് യൂസ് ചെയ്യുള്ളൂ ഇതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ചുട്ടെടുത്ത ചട്ടിക്ക് നല്ല ഉറപ്പേകാരം. മറ്റേ നമ്മൾ വാങ്ങുമ്പം അതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കളറേകാരം. അത് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിള്ളലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. പക്ഷെ ഇങ്ങനെ തീയിലിട്ടുകൊണ്ട് ചുട്ടെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരുപാട് കാലം നിൽക്കും എന്നൊക്കെ പറയണത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കണ അനുസരിച്ച് നിൽക്കും ആ ചട്ടീൻ്റെ കാലം. മറ്റേ പെട്ടെന്ന് നമ്മൾ ആ അടുപ്പത്ത് പെട്ടെന്ന് അങ്ങനെ കൊണ്ടങ്ങോട്ട് ഇട്ടാൽ പൊട്ടിപ്പോവും. അതാണ് മൺചട്ടീൻ്റെ ഇത്. പക്ഷെ മൺചട്ടിയിൽ വെക്കാന്ന് പറഞ്ഞേക്കണേ അതിൽ വലിയൊരു ടേസ്റ്റുള്ളൊരു, അതൊരു വേറെ രസമാണത്. ഈ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടാണ്ട് അമ്മിയും ഇട്ടാണ്ട് ഇങ്ങോട്ട് അരക്കണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നല്ല പോലെ ഇങ്ങോട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ട് കിട്ടും. ഇപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചെറുള്ള കാക്കണ ഇതുകൊണ്ട് മിക്സിയിലിട്ട് ഇങ്ങോട്ട് അരച്ച ഈ ഒരു പരവേ ആവുള്ളൂ. പിന്നെ അതങ്ങോട്ട് ഇടുക, കാലം മാറി. എന്തായാലും അങ്ങനെ ഇതൊക്കെ ഒന്ന് ചതച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പല വീടുകളിലും ഈ അമ്മി ഉരല് ഒലക്ക ഒന്നും ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായി. എന്തായാലും അതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് കാണും. അങ്ങനെ ആയിക്കണ്. കാരണം പല ആൾക്കാർക്കാണ് ഇപ്പം ഈ ഇത് വീടുകളിലൊരു പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ കഴിയും, അതൊരു മടിയാണത്. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളാക്കണേ വല്ലുള്ളി ഒക്കെ വായിട്ടുണ്ട്. അപ്പൊ അതിനെ എല്ലാം ചതച്ച് വെച്ച ചേരുവകളൊക്കെ ഒന്ന് ചേർക്കണം. എന്താ അറിയില്ല, എന്തെല്ലാം നമ്മൾ പറയാൻ നന്നാക്കണേ. പിന്നെ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അങ്ങനെ ഒരു ചങ്ങല പോലെയാണ്, അങ്ങനെ പറയും. ഇതിൻ്റെ അടുത്തൊക്കെ നമ്മളെ തക്കാളി വേണ്ടിട്ടുണ്ട് ചട്ടിക്ക്. അപ്പം തക്കാളി വെല്ലുവിളിയും കൂടെ ഇട്ടങ്ങോട്ട് വയറ്റെടുക്കുകയാണ്. തീ അങ്ങനെ ഒരു ആള് കത്തിക്കണ്ട, ഒരു ചെറിയ രീതിയിൽ കത്തിച്ചാൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു കമൻറ്റ് വായിച്ചു. എന്ത് വെച്ചാൽ ഒരു കമൻറ്റ് വന്നാണ്, ചീര എന്താണ് ഉണ്ടയും പിടിയും ആയിരിക്കണത്, വീഡിയോയിൽ ഫുഡ് പെർഫെക്റ്റ് ആയിട്ട് കാണണം. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്നറിയില്ല. ഇനിയിപ്പം വൃത്തിയില്ലായ്മ എന്തോ അറിയില്ല. കാരണം ആ ചീര ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്, അത് അരിഞ്ഞു ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക. പിന്നെ അങ്ങനെ പലരും ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോട്ടലിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ ആരും കാണുന്നില്ല. കൊണ്ടുവന്ന് വെക്കുന്ന ഭക്ഷണം നല്ല പ്ലേറ്റിൽ കയറും. അത് എവിടെ നിന്ന് ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ കാണില്ല. അല്ല, നമ്മളാകണം ആരും അത് കാണാനും നോക്കാനും ശ്രമിക്കലുമില്ല. കൊണ്ടുവരുന്ന ഭക്ഷണം
നല്ല പ്ലേറ്റിൽ കയറും, അത് കഴിക്കുക. എനിക്ക് ഈ ഒരു സുഹൃത്തിനോടാക്കണ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു. സുഹൃത്തെ, ഇതൊരു സാധാരണ വീട്ടിൽ തന്നെ സാധാരണ ഫുഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്ന് വെച്ചിട്ടാണ് കഴിച്ചിട്ട് ശീലം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം. അതാക്കണം ആരെ കുറ്റമല്ല. ഇപ്പം ഞാനങ്ങനെ പറഞ്ഞാണ്ട് അതിൽ കിടക്കുന്നുണ്ട്. നമ്മളമ്മക്കണ് കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മുളകും പൊടി ഇടുകയാണ്. മുളകും പൊടി ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് കുറച്ച് നേരം ഒന്ന് വയറ്റി നടക്കണം. പിന്നെന്ന് പറഞ്ഞാൽ പല വീടുകളിലാക്കണ വീടുകൾ മാത്രമല്ല, പല ആൾക്കാരും പല രീതിയിൽ പല കോലത്തിലേക്കാരും വെക്കുക. ഇനിയിപ്പോൾ എങ്ങനെ കറിയായിട്ടായാലും, ഇനിയിപ്പം പൊരിക്കുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഫ്രൈ ആയിട്ടാണെങ്കിലും, അത് ഓരോ വ്യക്തിൻ്റെ ഓരോ ഇതാണ്. എന്താ ഓരോ കഴിവ്. അങ്ങനെ അങ്ങനെ നമ്മളെ ചിക്കൻ കറിക്കുള്ള മസാല ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവസാനം അമ്മ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടൊരു പരുവായി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിന് കുറച്ച് കറി വേണമെന്ന് പറഞ്ഞപ്പം കറിയായിട്ട് എടുക്കുകയാണ്. നമ്മൾ കോഴിയിറച്ചിയൊക്കെ കടയിൽ നിന്ന് തന്നെ വെട്ടിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പാകമാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അമ്മേൻ്റെ പാകണ ഞാൻ കട്ടക്കെട്ട് സഹായത്തിനുണ്ട്. എന്തായാലും ആക്കണ് പലർക്കും ഇത് ശീലം ഉണ്ടാവില്ല. എന്ത് ഈ പുകത്തിങ്ങനെ നിന്നാണ്ടേ നമ്മുടെ ഈ വിറകടുപ്പിൻ്റെ അടുത്ത് നിന്നാക്കണ് പുക ഉണ്ടാവും. അപ്പം കുറച്ച് റിസ്ക്കിനാണ്. അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ മൺചട്ടിയിൽ വെട്ടി തിളച്ചേക്കണ് നമ്മൾ മസാലയ്ക്ക് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇടുകയാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇതിൽ ഈ മുളകും പൊടിയും കുരുമുളകും ഇതൊക്കെ കൂടുതലായിട്ട് ഇടാൻ പറ്റില്ല. കാരണം അച്ഛനാക്കണത് ഈ എരിവും അതൊന്നും കൂടുതലായിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മളൊരു പാകത്തിന് അച്ഛനും കൂടിയും കഴിക്കാൻ കണ്ടിട്ട് നമ്മൾ അതിൽ ഇടുള്ളൂ ഈ മസാലകളും ഇതൊക്കെ. ഞാനാക്കണ നല്ല എരിവ് കൂട്ടുന്ന ആളാണ്. എരിവ് എന്ന് പറഞ്ഞാൽ അസലായിട്ട് കൂട്ടും. ചീരപ്പറക്കൊക്കെ കിട്ടിയേക്കണ കടിച്ചിങ്ങോട്ട് തൂഫാനാക്കി കളി. അങ്ങനെ കൂട്ടി ഞാൻ ചീരപ്പറങ്ങൊക്കെ. എനിക്കൊരു എരിവാക്കണ ഒരു പ്രശ്നമേ അല്ല എന്നല്ല, എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ എരിവ് കൂട്ടുന്ന ആളാണ്. പക്ഷെ അച്ഛനെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ എരിവ് കൂട്ടാൻ പറയില്ല കറിയിൽ. അങ്ങനെയൊക്കെ നമ്മളെ ചിക്കൻ കറി ആക്കണ വേഗം വേണ്ടിയിട്ട് അടുപ്പത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് വെന്ത് കഴിയണവരാക്കണ ഒന്ന് വെയിറ്റ് ചെയ്യും. അവസാനം മക്കളെ നമ്മളെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ എൻ്റെ അടപ്പൊക്കെ തുറന്ന് റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ടാക്കണ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായി. ഇനി ഇത് കൂട്ടിയിട്ടങ്ങനെ നല്ലൊരു ചോറ് തിന്നണം. അപ്പോൾ ഇതാക്കണ ഒരു ഉച്ച സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ടാണ് കുറച്ചും കൂടി പണിയുണ്ട്. ഇതങ്ങനെ എന്താ പരിപാടി എന്ന് ചോദിച്ചേക്കണേ, ചെറുതായിട്ടൊന്ന് മുറ്റം ഒന്ന് അടിക്കേണ്ടി വന്നു. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഇതിന് മുകളിലാക്കണ ഒരുപാട് ഈ ഫാഷൻ ഫ്രൂട്ട്സില്ലേ അതിൻ്റെ വെള്ളയൊക്കെ ആക്കണ ആകെ തൂങ്ങി കിടന്നു. അപ്പോൾ ആ കാട് പിടിച്ചെടുക്കുന്നു. അപ്പോൾ അതൊക്കെ പാടെ വിട്ടിട്ടങ്ങനെ ഒന്ന് നിരത്തി അതങ്ങനെ നേരെ നമ്മൾ വീണ്ടും മുറ്റത്ത് കൂടെ അങ്ങോട്ട് തുടി കൊണ്ട് കിട്ടും. ഞാനങ്ങനെ അടിച്ചു വരുന്ന സമയത്താണ് നമ്മളെ വിരുന്നാരം അങ്ങോട്ട് വീട്ടിൽ എത്തി. കണ്ടോളി ആ സീൻ. കൈയാണ് നമ്മ കാണുന്നത്. കൈ വരലും
അങ്ങനെ പിടിച്ചോളാണ് ക്യാമറമാരൊക്കെ മാറി തമ്മുടാണ് എന്റെ കുട്ടീനെ ഇങ്ങോട്ട് കണ്ണാണ്. അയ്യോ പത്തോണേ മോരൊക്കെ കത്തണല്ലോ. എന്നാ കയറിക്കൊള്ളുക കാട്ടിയാ മോത്ത് തന്നെ നോക്കണേ ഉറങ്ങിയെന്ന് ഞാൻ തമ്മുടാണ് കളിച്ച. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആക്കണേ ഇവിടെ തീരാണ്, ഈ കഥ ഇവിടെ തീരാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.